ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് 2027 വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് LDC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് LDCയുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഈ വർഷം ഡിസംബർ മാസത്തോടു കൂടിയൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും നോട്ടിഫിക്കേഷനൊക്കെ വരട്ടെ, വന്നതിന് ശേഷമാവാം നമ്മുടെ പഠനം എന്നൊക്കെ. പക്ഷേ അതുപോരാ, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. ഓർക്കുക, നമ്മൾ എത്രയോ വേഗം പഠനം ആരംഭിക്കുന്നുവോ അത്രയും വേഗം നമുക്ക് ജോലിയിലെത്താം എന്ന കാര്യം ഓർക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ആരംഭിക്കുക. നമ്മൾ സമയം വെറുതെ പാഴാക്കി കളയരുത്. കാരണം നമ്മുടെ മുന്നിൽ വേണ്ട സമയമുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച ഒരു റാങ്കിലെത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴേ തന്നെ നല്ല ചിട്ടയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങുക. അത്തരത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെഷനായിരിക്കും. നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ ചിട്ടയോടുകൂടി തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് എക്സാം എടുത്താലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? സിലബസ് ആണ് അല്ലേ. അടിസ്ഥാനം എന്ന് പറയുന്നത് സിലബസ് ആണ്. നമ്മൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സിലബസ് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഒരു കാര്യം വ്യക്തമാവും, നമ്മൾ ഏതൊക്കെ പോർഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഓരോ ഭാഗത്തുമുള്ള വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ പഠനം ക്രമീകരിക്കുവാനും സാധിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒന്ന് മനസ്സിലാക്കി പോവാം. നോക്കുക, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പൊതുവിജ്ഞാനാണ്. ഈ പൊതുവിജ്ഞാനം ഭാഗത്ത് നിന്നും എത്ര മാർക്കാണ് വരുന്നത്? ഓർക്കുക, 50 മാർക്കാണ് കേട്ടോ വരുന്നത്. എത്രയാണ്? 50 മാർക്കാണ് പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് നിന്നും വരുന്നത് എന്ന കാര്യം ഓർക്കുക. അതിൽ ചരിത്രം 5 മാർക്ക്, അതുപോലെ ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സംസ്കാരം എന്നിവയ്ക്ക് 5 മാർക്ക്, അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്. കൂടാതെ സുപ്രധാന നിയമങ്ങളുണ്ട്, അതിനും എത്രയാണ്? 5 മാർക്കാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്നും വരുന്ന എത്ര മാർക്കാണ്? 50 മാർക്കാണ് ഈ ഏരിയയിൽ നിന്നും വരുന്നത് എന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് എത്രയാണ്? 50 മാർക്കാണ് വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. അതുപോലെ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതിനൊക്കെ എത്രയാണ്? 5 മാർക്കാണ് വരുന്നത്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ നമ്മൾ പറഞ്ഞു 5 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം അതിനെത്രയാണ്? 5 മാർക്കാണ്. ഈ കലാകായികം സാഹിത്യം സംസ്കാരം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ള കാര്യം കേട്ടോ. മറന്നു പോകരുത്. നമ്മൾ ആനുകാലിക വിഷയങ്ങൾ, ഇപ്പോൾ കലാകായികം സാഹിത്യം എന്നീ മേഖലകളിലുള്ള ആനുകാലിക പ്രാധാന്യമുള്ള വാർത്തകളൊക്കെ ഡെയിലി വരുമല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പോവുക. അത് നമുക്ക് വളരെ ഉപകാരപ്പെടും എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ നോക്കിയേ, പാർട്ട് 2 വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. എത്ര മാർക്കാണ് വരുന്നത്? 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മുടെ മിൻറ്റ് PSCയിൽ കൃത്യം 11 മണിക്ക് എന്നും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ്? 20 മാർക്കാണ് ആ ഭാഗത്ത് നിന്നും വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. ഏറ്റവും വെയിറ്റേജ് കൂടുതലും എവിടെയാണ്? ആനുകാലിക വിഷയങ്ങൾക്കാണ്. അതുപോലെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എത്ര മാർക്കാണ്? 10 മാർക്കാണ് ആ ഏരിയയ്ക്ക് വരുന്നത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ അതായത് നമ്മുടെ മലയാളം 10 മാർക്ക് അല്ലേ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നും, അതായത് കറണ്ട് അഫയേഴ്സ്, മാത്സ്, മലയാളം, അതുപോലെ ഇംഗ്ലീഷ്, ഈ ഏരിയയിൽ നിന്നും തന്നെ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും? 50 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വെയിറ്റേജും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കേണ്ടതും. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പഠനത്തിൽ വരുത്തേണ്ട ആ 5 മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? SCERT പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് PSC പരീക്ഷകളിൽ SCERTയുടെ പ്രാധാന്യം അല്ലേ. SCERT ചാപ്റ്റേഴ്സ്, അതായത്
നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയതും പുതിയതുമായിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ സിലബസ് മനസ്സിലാക്കുക, അതിൽ ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ യൂറോപ്യൻസിനെ കുറിച്ചിട്ട് എവിടെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതെല്ലാം ചാപ്റ്റേഴ്സിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. അതിന് നമ്മൾ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അതുപോലെ മറ്റൊരു ഘടകമാണ് പ്രസ്താവന ചോദ്യങ്ങൾ. നമ്മൾ വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ PYQs മാക്സിമം ചെയ്യുക. അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതായത് നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പഠനം എങ്ങനെയായിരിക്കണം, ആഴത്തിലുള്ളതായിരിക്കണം അല്ലേ. കാരണം നമുക്ക് ആ ഭാഗത്തിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രസ്താവന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിനെ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നമ്മൾ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും അത് നല്ല രീതിയിൽ ആഴത്തിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു പോയിന്റാണ് കണക്കും ഇംഗ്ലീഷും. നമുക്കറിയാം കണക്ക്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫെയർസ്. ഈ ഭാഗത്ത് നിന്ന് എത്രയാണെന്നാണ് പറഞ്ഞത്, 50 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഓർക്കുക, ഡെയിലി മാത്സ് ഒക്കെ നമുക്കറിയാം എങ്ങനെയാണ്, വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം അല്ലേ. നമുക്ക് വായിച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു എക്സാം അല്ല എന്ത്, മാത്സ് അല്ലേ. മാത്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓർക്കുക, മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കറണ്ട് അഫെയർസിനും ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, 1 മണിക്കൂറെങ്കിലും ഓരോ സബ്ജക്റ്റിനായിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അത്രയും സമയം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ 4 സബ്ജക്റ്റിനും കൂടെ ആയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് 50 മാർക്കാണ് വരുന്നത് എന്ന കാര്യത്തോടു കൂടി അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു മുൻകാല ചോദ്യങ്ങൾ, അതായത് PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തന്നെ പരിശീലിക്കുക. അപ്പം നമുക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, മുൻകാല ചോദ്യങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ പരിശീലിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും ഏരിയാസ് മനസ്സിലാക്കാനും അത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണ കാര്യം ആരും മറക്കരുത് കേട്ടോ. അതുപോലെ ഷോർട്ട് നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ നേരത്ത് വിശദമായിട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കാതിരിക്കുക. കാരണം നമ്മൾ നോട്ട്സൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് മനസ്സിലാക്കാനുള്ള നോട്ട്സ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ. അതായത് നമുക്ക് ഇനി ഒരു അവസരത്തിൽ, അതായത് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ സമയത്ത് നമുക്ക് ആ നോട്ട്സ് വായിച്ചാൽ മനസ്സിലാകണം. ആ പരുവത്തിൽ, അതായത് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പോവുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ അടയാളപ്പെടുത്തി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടാത്ത പോയിന്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി ഒന്ന് ഷോർട്ട് നോട്ടാക്കി എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് നമ്മൾ ഡെയിലി അതൊന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്തു പോവാം കേട്ടോ. റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന കാര്യം ഓർക്കുക. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട് നോട്ട്സ് തയ്യാറാക്കാതെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കി പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ നേരത്തെ നമ്മൾ കാലഗണനാ ക്രമത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു ടൈം ലൈനൊക്കെ തയ്യാറാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോകുക. ഇപ്പോൾ ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ ആ ഏരിയയെ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം ലൈൻ ഉണ്ടാക്കി പഠിച്ചു പോവുക കേട്ടോ. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഓർക്കുക, എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി തന്നെ നമ്മൾ പഠിച്ചു പോവുക. അത് നമ്മുടെ റിവിഷന് വളരെയധികം സഹായിക്കുമെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുമ്പോഴും നമ്മുടെ ഉണ്ടാവേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കണം. സ്ഥിരതയോടുകൂടി തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ റിവിഷനും കൃത്യമായിട്ട്
നമ്മൾ സമയം കണ്ടെത്തുക. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സുകളും അതുപോലെ തന്നെ PYQs മാക്സിമം ചെയ്യുകയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം എക്സാംസ് എഴുതി പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, സ്ഥിരതയോടുകൂടി നല്ല ചിട്ടയായ റിവിഷനോടുകൂടി തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ നോട്ടിഫിക്കേഷൻ വരെ കാത്തിരിക്കാതെ ഇപ്പോഴേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. വർക്ക് ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് PSCക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം മാറ്റി വയ്ക്കാൻ സമയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ സമയം എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കി നമ്മൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമായിരിക്കില്ല മറ്റൊരാൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം മനസ്സിലാക്കി നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുക. നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ അടുത്ത LDC അതായത് 2027 നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ അധികം സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ നമ്മുടെ മിൻറ്റ് PSCയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ മിൻറ്റ് PSCയിൽ LDC 2027 വേഗം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ലോങ് ടേം ബാച്ചാണ്. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്, ഫ്രീ മെറ്റീരിയൽസ്, നോട്ട്ബുക്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ടെസ്റ്റ് സീരീസ്, നമ്മൾ പറഞ്ഞല്ലേ കുറേ ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്ത് ശീലിക്കുന്നത് നമ്മുടെ റിവിഷൻ ഒന്നോടെ ഉറപ്പിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ചിട്ടയായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഓർക്കാം, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.